സെക്കൻഡ് സാറ്റർഡേ അവധി ദിവസം വാരാന്ത്യം അങ്ങനെ ഭക്തജനങ്ങൾ ഒഴുകുകയാണ് ആറ്റുകാലിലേക്ക്. വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. രാവിലെ തന്നെ നമ്മൾ ദൃശ്യങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരുന്നു. ഇനി 1 മണിക്കൂർ കൂടി പിന്നിടുമ്പോൾ അവിടെ എങ്ങനെയാണ് സ്ഥിതി എന്ന് നോക്കാം. രശ്മി തുടരുകയാണ്. അവിടെ നിന്നും നമുക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിശേഷങ്ങൾ എന്തൊക്കെയാണ് രശ്മി? അനു, ഭക്തരുടെ തിരക്ക് ഇപ്പോഴും തുടരുകയാണ്. അഭൂതപൂർവമായ തിരക്ക് തന്നെയാണ് ആറ്റുകാലിൽ അനുഭവപ്പെടുന്നത്. ആറ്റുകാൽ പൊങ്കാല മഹോത്സവത്തിന്റെ 4ാമത്തെ ദിവസമാണ് ഇന്ന്. ഇന്നൊരു അവധി ദിവസം കൂടിയാണ് അനു സൂചിപ്പിച്ചതുപോലെ തന്നെ. അതുകൊണ്ട് തന്നെ ഈ ഭക്തരെല്ലാം തന്നെ ആറ്റുകാലിലേക്ക് ഒഴുകിയെത്തുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പുലർച്ചെ 4 മണി മുതൽ ആരംഭിച്ചൊരു തിരക്കാണ്. അതിപ്പോഴും നിർത്താതെ തുടർന്നുകൊണ്ടിരിക്കുന്നു. ദേവിയെ ഒരു നോക്ക് കാണുന്നതിന് വേണ്ടിയും അനുഗ്രഹം വാങ്ങുന്നതിന് വേണ്ടിയുമാണ് ഈ ഒരു ഭക്തജന തിരക്ക്. വലിയ രീതിയിലുള്ളൊരു തിരക്കാണ് ഇപ്പോൾ അനുഭവപ്പെടുന്നത്. ഓരോ ദീപാരാധന തൊഴുന്നതിന് വേണ്ടിയും കേരളത്തിനകത്തു നിന്നും പുറത്തുനിന്നുമൊക്കെ ആയിരക്കണക്കിന് 10,000-കണക്കിന് ഭക്തരാണ് ആറ്റുകാൽ ക്ഷേത്രത്തിലേക്ക് എത്തുന്നത്. അവധി ദിവസമായതുകൊണ്ട് തന്നെയാണ് ഇത്രത്തോളം തിരക്ക്. അതോടൊപ്പം കഴിഞ്ഞ ദിവസവും ഇതേ രീതിയിൽ തന്നെ ആറ്റുകാലിൽ വലിയ തിരക്കായിരുന്നു. കാരണം കഴിഞ്ഞ ദിവസമാണ് കുട്ടിയോട്ട വ്രതം ആരംഭിച്ചത്. 10നും 12നും ഇടയിൽ പ്രായമുള്ള 592 ബാലന്മാർ ദേവിയുടെ ദാസന്മാരായി കുത്തിയോട്ട വ്രതം ആചരിച്ചു തുടങ്ങിയത് ഇന്നലെ മുതലാണ്. അതുകൊണ്ട് തന്നെ ഇന്നലെയും വലിയ തിരക്ക് നമുക്ക് ക്ഷേത്രത്തിൽ കാണാൻ കഴിയുമായിരുന്നു. ഇനി 13-ാം തീയതി വ്യാഴാഴ്ചയാണ് ചരിത്രപ്രസിദ്ധമായ ആറ്റുകാൽ പൊങ്കാല. രാവിലെ 10:15 പണ്ടാര അടുപ്പിലേക്ക് അഗ്നി പകരുന്നത്. 1 മണിക്കാണ് നിവേദ്യ ചടങ്ങുകൾ. ആ ഒരു പുണ്യ ദിവസത്തിന് വേണ്ടി, ആ ഒരു പുണ്യ മുഹൂർത്തത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ഓരോ ഭക്തരും. കുംഭമാസത്തിലെ കാർത്തിക നാളിൽ ദേവിയെ കാപ്പുകെട്ടി കുടിയിരുത്തുന്നതോടുകൂടിയാണ് പൊങ്കാല മഹോത്സവത്തിന് തുടക്കം കുറിക്കുന്നത്. പൂരവും പൗർണമിയും ചേരുന്ന ദിവസമാണ് ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാല. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത് ദേവിയുടെ നടയ്ക്ക് മുന്നിൽ തോറ്റം പാട്ടുകാർ പാടിക്കൊണ്ടിരിക്കുന്നതാണ്. ചിലപ്പതികാരമാണ് അവർ പാടുന്നത്. കണ്ണകി ചരിതം. ഇന്ന് കഴിഞ്ഞ ദിവസം കോവിലിൻ്റെയും ദേവിയുടെയും വിവാഹമായിരുന്നു. ഇന്നിപ്പോൾ തോറ്റംപാട്ടുകാർ പാടുന്നത് വിവാഹത്തിന് ശേഷമുള്ള അതിൻ്റെ തുടർന്നുള്ള ഭാഗമാണ്. വിവാഹം പൂർത്തീകരിച്ചിട്ടില്ല, അതിൻ്റെ തുടർന്നുള്ള ഭാഗമാണ് ഇപ്പോൾ തോറ്റംപാട്ടുകാർ പാടിക്കൊണ്ടിരിക്കുന്നത്. അതും കേൾക്കുന്നതിന് വേണ്ടിയൊക്കെ നിരവധി ഭക്തർ തോറ്റംപാട്ട് പച്ചപ്പന്തലിൻ്റെ മുന്നിൽ എത്തിയിട്ടുണ്ട്. അതോടൊപ്പം ക്ഷേത്രത്തിലേക്ക് ദർശനത്തിനെത്തുന്നവരുടെ ആ ഒരു തിരക്കും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ലോകം മുഴുവൻ ആറ്റുകാൽ അമ്മയുടെ കാൽച്ചുവട്ടിലേക്ക് എത്തുന്ന ദിവസമാണ് ആറ്റുകാൽ പൊങ്കാല ദിവസം. സകലരും ആദിപരാശക്തിയുടെ അന്നപൂർണേശ്വരി ഭാവത്തെ മനസ്സാ സ്മരിക്കുന്നൊരു ദിവസമാണെന്ന് തിളച്ചുമറിയുന്ന പൊങ്കാലക്കരങ്ങൾ അത് പഞ്ചഭൂത സംഗമ സ്ഥാനങ്ങൾ കൂടിയാണ് എന്നൊരു വിശ്വാസം കൂടിയുണ്ട്. ഭൂമിയുടെ പ്രതീകമായ മൺകലവും അരിയും ഒപ്പം ജലവും ആകാശവും വായുവും അഗ്നിയും ഒക്കെ ഒരുമിച്ച് വരുമ്പോൾ അത് തിളച്ച് പൊങ്ങി ഉയരുന്ന പൊങ്കാല അത് വലിയൊരു സന്തോഷം തന്നെയാണ്. ഓരോ വർഷവും പൊങ്കാലയിട്ട് മടങ്ങുന്ന അമ്മമാർ അടുത്തൊരു വർഷത്തേക്കുള്ള ആ ഒരു പുണ്യം അവർ അത് നേടിയാണ് ഈ ആറ്റുകാലിൽ നിന്ന് മടങ്ങുന്നത്. പിന്നീട് അടുത്ത പൊങ്കാലയ്ക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ഭക്തർ. ലോകത്തിലെ ഏറ്റവും അധികം സ്ത്രീകൾ ഒത്തുചേരുന്ന ഒരിടം അത് ഇതല്ലാതെ മറ്റെവിടെയാണെന്നുള്ളതാണ് നമുക്ക് ചോദിക്കാൻ പറ്റുക. കാരണം ഓരോ തവണ സ്ത്രീകളുടെ ശബരിമല എന്നാണ് ആറ്റുകാൽ അറിയപ്പെടുന്നത്. ഓരോ വർഷവും പൊങ്കാല അർപ്പിക്കാനെത്തുന്ന അമ്മമാരുടെ ചോദ്യം രശ്മി, തത്സമയ ദൃശ്യങ്ങൾ നമ്മളിലേക്ക് വരും മണിക്കൂറുകളിലും എത്തിക്കുക. എന്തായാലും മണിക്കൂറുകൾ കാത്തുനിന്ന് അമ്മയെ ഒരു നോക്ക് കാണാനായി ഒഴുകുന്ന ഭക്ത സഹസ്രങ്ങൾ നമ്മൾ എല്ലാ ദിവസങ്ങളിലും ഈ പൊങ്കാല മഹോത്സവത്തോടനുബന്ധിച്ച് ആറ്റുകാലിൽ കണ്ടുവരികയാണ്.